ഏറ്റവും പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ പ്രിയങ്കരായ ഗണേഷ് ചേട്ടനും ലിസി ചേച്ചിയും ദാമ്പത്യത്തിൻ്റെ ബലിവേദിയിൽ ബലിയർപ്പണം ആരംഭിച്ചിട്ട് 50 വർഷം തികയാണെന്നറിയുന്നതിൽ വലിയ സന്തോഷവും ദൈവത്തിന് മഹത്വവും നേരുന്നു. തീർച്ചയായിട്ടും കുറേയധികം ദമ്പതികൾക്ക് അത് പ്രചോദനവും പ്രോത്സാഹനവും ആണ് എന്നറിയാം. 50 വർഷം പരസ്പരം മനസ്സിലാക്കിയും പങ്കുവച്ചും പ്രോത്സാഹിപ്പിച്ചും ഒക്കെ ദാമ്പത്യത്തെ അവർ പടുത്തുയർത്തി. ദാമ്പത്യത്തിൻ്റെ ഒരു വളർച്ച അവരിൽ നമുക്ക് കാണുകയാണ്. ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ എന്ന ആ തിരുവചനത്തിൻ്റെ അഭിഷേകം അവർ ഹൃദയത്തിലേക്ക് ഏറ്റെടുത്ത് ജീവിതത്തിലേക്ക് പകർത്തി. മക്കൾക്ക് ജന്മം കൊടുത്തു. അവരെയൊക്കെ വളർത്താൻ കുറേയേറെ കഷ്ടപ്പാടുകളും സഹനങ്ങളും ഏറ്റെടുത്തു. പ്രാർത്ഥനയോടെ പിൻബലത്തോടെ അവരുടെ ദാമ്പത്യത്തെ അവർ മുന്നോട്ട് നയിച്ചു. ഗണേഷ് ചേട്ടനും ലിസി ചേച്ചിക്കും വളരെ വ്യക്തിപരമായിട്ട് തന്നെ ഈ സുവർണ ജൂബിലിയുടെ മംഗളങ്ങൾ നേരുകയാണ്, പ്രാർത്ഥനകൾ നേരുകയാണ്. ആയുരാരോഗ്യവും ആത്മീയ വരങ്ങളും ഈശോ നിങ്ങളുടെ മേൽ ചൊരിയട്ടെ എന്ന് വളരെ ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഒരു നിമിഷം നമുക്ക് ഈ ദമ്പതികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അവൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് ദൈവം കണ്ടു. ദൈവം തീരുമാനിച്ചു, ഞാൻ അവന് യോജിച്ച ഇണയെ നൽകുമെന്ന്. ഗണേഷ് ചേട്ടന് ഏറ്റവും യോജിച്ച ഇണയായി ലിസി ചേച്ചിയെയും ലിസി ചേച്ചിക്ക് ഏറ്റവും യോജിച്ച ഇണയായി ഗണേഷ് ചേട്ടനെയും നൽകിയ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിൻ്റെ സമൃദ്ധിയിലാണ് അവർ വളർന്ന് ദാമ്പത്യത്തെ പടുത്തുയർത്തിയത്. അങ്ങയുടെ തിരുഹൃദയപിതാപ്രകാരം മക്കൾക്ക് ജന്മം കൊടുത്തി വളർത്തി അവരെയൊക്കെ നല്ല നിലയിലേക്ക് നയിച്ചു. ഈ ദമ്പതികൾക്ക് നൽകിയ എല്ലാ കൃപകളെ ഓർത്ത് നന്ദി പറയുന്നു. ദമ്പതികളിലൂടെ ഞങ്ങളിലേക്ക് നൽകിയ സ്നേഹത്തിനും കരുതലിനും നന്ദി പറയുന്നു. ഇനിയും ആരോഗ്യവും സൗഖ്യവും ആശ്വാസവും ഒക്കെ കൊടുത്ത് അവരുടെ ദാമ്പത്യത്തെ വളർത്തണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഈ ജൂബിലി വേളയിൽ ആശംസകൾ അറിയിക്കാൻ വന്നിരിക്കുന്ന എല്ലാവരിലേക്കും ആ ഒരു കൂട്ടായ്മയിലേക്കും കർത്താവെ കൃപ വർഷിക്കണമേ. പുതിയ തലമുറയിലെ ദമ്പതികൾക്ക് ഇവരിൽ നിന്ന് അനേകം കാര്യങ്ങൾ പഠിക്കാനുണ്ട് എന്നുള്ള ഓർമ്മയോടെ കൂടുതൽ ജ്വലിക്കുന്ന സ്നേഹത്തോടെ മുന്നോട്ട് നീങ്ങാൻ ഇടവരുത്തണമേ. പരിശുദ്ധ അമ്മേ, വിശുദ്ധ ഔസേപിതാവേ, ഈ ദമ്പതികൾക്ക് വേണ്ടിയും ഈ കുടുംബത്തിന് വേണ്ടിയും പ്രത്യേകം മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. ആമേൻ. Dear Mrs. Lizzie and Mr. Ignatius, I'm very glad and happy to give you my wishes. 50 years is not a simple journey to make, I believe, and I know. Each day you must have struggled to keep the promise that you have made before God. And as you live on this promise, I just ask God to bless you more and more, to cherish His love, His providence, and His constant accompaniment that He has done all through your life till now. There must have been moments of discouragement, the valley experiences, but still you have kept your faith and you have passed it on generously, and you have fought a good fight to make sure that your children get what they deserve, especially the love of God and more importantly the fear of God. And I believe that is wherein everything begins. And thank you for doing that. And as you continue to keep your vow, renew and keep it, God bless you and give you all the strength, fill you with more and more love for each other, so that that commitment may lead towards God. Wishing you all the best for the day and for the years to come. God bless you. This is your maybe your son like Father Julian. God bless you. Pray for me.
Dear God, bless Papa and Mummy on their golden jubilee anniversary. May their love, commitment, and journey together be celebrated with joy, gratitude, and peace. Grant them good health, happiness, and many more years of togetherness. May their love continue to bloom like a garden in full flower, filling their lives with sweetness and joy. ദാമ്പത്യ ജീവിതം ദൈവം കനിഞ്ഞു നൽകുന്ന ഒരു വരദാനമാണ്. ആ വരദാനം ഇരു കൈകളും കൂട്ടിച്ചേർത്ത് പിടിച്ച് അപ്പച്ചനും അമ്മച്ചിയും സ്വീകരിച്ചിട്ട് ഇന്ന് 50 വർഷം തികയുമ്പോൾ ഒത്തിരിയേറെ നന്ദിയോടും സ്നേഹത്തോടും കൂടെ ദൈവസന്നിധിയിലായിരിക്കുവാനും ദൈവത്തിൻ്റെ സ്തുതികൾ പാടുവാനും ഇനിയുള്ള ദിവസങ്ങളിൽ ഇതുവരെ അനുഭവിച്ച സ്നേഹവും കാരുണ്യവും ഏറ്റുപറഞ്ഞുകൊണ്ട് വരുംകാല ജീവിതത്തിൽ സാക്ഷ്യപ്പെടുത്താനായിട്ട് അപ്പച്ചനും അമ്മച്ചിക്കും സാധിക്കട്ടെ എന്ന പ്രാർത്ഥനാശംസകളോടുകൂടെ നേരുന്നു. വൈവാഹിക ജീവിതത്തിൽ ദൈവം ദാനമായി നൽകിയ സന്താനങ്ങളെ നല്ല മക്കളായി വളർത്തുവാനായിട്ട് ദൈവം കൂടെ നിന്നതിനും അനുഗ്രഹങ്ങൾ കോരിച്ചൊരിഞ്ഞതിനും നമുക്ക് പ്രത്യേകമായിട്ട് ഈ ദിവസങ്ങളിൽ ദൈവത്തിനോട് നന്ദി പറയാം. നിങ്ങളുടെ ദാമ്പത്യ ജീവിതം നിങ്ങളുടെ മക്കൾക്കും നിങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാവർക്കും, പരിചയക്കാർക്കും അയൽവക്കക്കാർക്കും എല്ലാം ഒരു മാതൃകയായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും എല്ലാ വിശുദ്ധരുടെയും മാധ്യസ്ഥവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബത്തോടും കൂടെ ഇന്നും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ. അന്നു സന്ധ്യയ്ക്കു നമ്മൾ ഒന്നായി മഞ്ഞണിഞ്ഞു